മുഖമടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് മോഹൻലാലിൻ്റെ റിലീസ് സിനിമയായ ചോട്ട മുംബൈ കാണാനാണ് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഏരീസ് ഫ്ലെക്സിൽ ഞാൻ ഫസ്റ്റ് ഡേ നോക്കിയപ്പോൾ ഫുൾ ടിക്കറ്റ് ഫില്ലായി ഓടി1. അപ്പം ഞാൻ നോക്കി സെക്കൻഡ് ഡേ അത്യാവശ്യം ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു ടിക്കറ്റ് സെക്കൻഡ് ഡേ ഉണ്ടായിരുന്നു ഓടി1 തന്നെ, മോർണിംഗ് ഷോ. അപ്പം ഞാൻ അത് കയറി അങ്ങ് ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്കിനി ഈ സിനിമയുടെ ഒരു 4K എക്സ്പീരിയൻസ് ഇടാം. ഞാൻ റിവ്യൂ ഇടുന്നില്ല, എൻ്റെ ഒരു 4K എക്സ്പീരിയൻസ്. ഞാൻ റിവ്യൂ ഇടേണ്ട കാര്യമില്ല, കാരണം ഈ സിനിമ എത്ര പ്രാവശ്യം നമ്മൾ TV കണ്ടെന്ന് എനിക്ക് തന്നെ അറിയട്ടെ. ഞാൻ തന്നെ മിക്ക ദിവസവും ഈ സൂര്യ മൂവീസ് വെച്ച ഈ ചോട്ട മുംബൈ ആയിരിക്കും. ഈ ഒരു ശനിയാഴ്ച ദിവസങ്ങളിലോ ഞായറാഴ്ച ദിവസങ്ങളിലോ രാത്രി 7 മണിക്ക് സൂര്യ മൂവീസ് വെച്ചാൽ അത് ചോട്ട മുംബൈ ആയിരിക്കും. അതുകൊണ്ട് ഈ സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയേണ്ട ഒരു ആവശ്യമില്ല. 4K എക്സ്പീരിയൻസ് ഇട്ടാൽ മതി. എനിക്ക് ആ TV കാണുമ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിലോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം എന്തായാലും സാധിച്ചു. ഏരീസ് ഫ്ലെക്സിൽ ഓടി1 തന്നെ ടിക്കറ്റ് കിട്ടി. അപ്പോൾ നമുക്കിനി മൂവിയുടെ ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തിയേറ്ററിൻ്റെ അകത്തോട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഡീറ്റെയിലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മൂവിയെ പറ്റി അറിയാമല്ലോ നിങ്ങൾക്ക്, മൂവി ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ റിവ്യൂ നേരത്തെ പറയുന്നില്ല, ഞാൻ 4K എക്സ്പീരിയൻസ് ഇടാം. ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി മോഹൻലാലിൻ്റെ ധാരാളം പോസ്റ്ററും വെൽക്കം ടു L4 ലാലേട്ടൻ ഫോർട്ട് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലിൻ്റെ കളിയാണല്ലോ, ലൂസിഫർ കഴിഞ്ഞ ശേഷം ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഓടി1 അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നല്ല ആളുണ്ട് കേട്ടോ, ഷോ ഫുൾ ഹൗസ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും ആകാംക്ഷയുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും കൂടെ ഉണ്ട്. അത് എന്തായാലും സെക്കൻഡ് ഡേ നോക്കിയപ്പോൾ നല്ല ഫാൻസ് ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ക്ലിപ്സ് ഇടാൻ നോക്കാം. കോപ്പിറൈറ്റ് വീഴൂലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഞാൻ ഇട്ട് നോക്കാം. കോപ്പിറൈറ്റ് വീഴണമെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആയി പോകും. എന്നാലും നോക്കാം, ഇട്ട് നോക്കാം, അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ശരി, നമുക്ക് ഇൻ്റർവെല്ലല്ല തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസാ വീണ്ടും ഏരീസ് ഫ്ലെക്സിൽ ഓടി1 കയറിയിരിക്കുകയാണ്. ഞാൻ മാക്സിമം ഈ സിനിമയുടെ എല്ലാവരുടെ ഇൻട്രോ ഇടാൻ നോക്കാം. കോപ്പിറൈറ്റ് വീഴൂലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ വെളിയിൽ മൊത്തം ഫാൻസ് ആയിരുന്നു, ലാലേട്ടൻ ഫാൻസ് ആയിരുന്നു. അപ്പോൾ അത്രയും മിക്കവാറും ഇനി ആഘോഷമായിരിക്കും തിയേറ്ററിൻ്റെ അകത്ത് മൊത്തം. അപ്പോൾ നമുക്കിനി ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. മാക്സിമം എക്സ്പീരിയൻസ് ഒക്കെ ഇടാൻ നോക്കാം. മുഖമടി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും അറിയാവുന്ന കാര്യമാണല്ലോ, അതുകൊണ്ടാണല്ലോ സസ്പെൻസ് ഉള്ളത്. നീ ഇപ്പൊ ചെയ്തോളൂ. അങ്ങനെ കൈസ്, ആ പടം ഇൻ്റർവെല്ലായിരിക്കുകയാണ്. എന്ത് പറയുക, ഫുൾ ഇളകി മറിയായിരുന്നു തിയേറ്റർ. ഞാൻ ഇങ്ങനെ ഒരു ഷോയും കണ്ടിട്ടില്ല ഏരീസ് ഫ്ലെക്സിൽ. ഫാൻസ് വരെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ടൊക്കെ വരുമ്പോൾ എന്തുമായിരുന്നു എന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. ഫുൾ ഡാൻസ് കളി, ആർപ്പുളിയും വിസിലടിയൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു റിലീസ് പടം ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാൻ ഇതിനുമ്പ് റിലീസ് പടം കണ്ടിട്ടുള്ളത് മണിച്ചിത്രത്താഴും ദേവദൂതനൊക്കെ, അതിൽ പോലും ഇത്രയും ഇങ്ങനെ ഇല്ലായിരുന്നു എന്ന് പറയും. ഇത് ഫാൻസ് വരെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റാത്തൊരു സിനിമയായിരുന്നു ചോട്ട മുംബൈ. ഞാൻ കാരണം കൊച്ചായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് TV വരുമ്പോഴേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ തന്നെ വരുന്നത് കാണണമെന്ന്. അപ്പോൾ എന്തായാലും റിലീസ് വരുമ്പോഴേ എന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇളകി മറിയായിരുന്നു പറയാൻ വേണമെങ്കിൽ തിയേറ്റർ. ഇങ്ങനെ ഒരു ഷോയും കണ്ടില്ല ഏരീസിൽ. ഫാൻസ് ഫുൾ ഓൺ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഫുൾ ആർപ്പുളിയും കയ്യടിയും ഡാൻസും ഒക്കെ ആയിരുന്നു. ഫുൾ സീറ്റിലൊന്നും ആരും ഇരുന്നിട്ട് പോലില്ല, ഫുൾ ഡാൻസ് കളിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഇൻ്റർവ്യൂലും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഫുൾ ഓൺ പടം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ TV കണ്ടിട്ടുണ്ടെങ്കിലും പോലും ഇത് തിയേറ്ററിൽ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക, കാരണം അതൊരു ഫീല് വേറെ ആയിരിക്കും. എനിക്ക് 4K എന്തായാലും ഇഷ്ടപ്പെട്ടു, കാരണം പുതിയ സൗണ്ടും ഡോൾബി അറ്റ്മോസ് ഒക്കെ, പ്രത്യേകിച്ച് ഏരീസ് ഫ്ലെക്സിലെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഗംഭീരം. എന്ത് പറയാം, നമുക്ക് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് എന്താണെന്നുള്ള കാര്യം ഫുൾ ഓൺ ഫുൾ എക്സ്പീരിയൻസ് തന്നെ ഇടാം. ഇത് കോപ്പിറൈറ്റ് വീഴല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാലും ഞാൻ ഇടും. കോപ്പിറൈറ്റ് വരുന്നെങ്കിൽ പോട്ടെ നോക്കും, എന്നാലും ഞാൻ മാക്സിമം ഇത് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ഇനി സിനിമ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. എനിക്ക് ബാത്റൂമിൽ വീണതാണ്. വെള്ളമെടുത്തിട്ട് ബാത്റൂം സ്വിമ്മിംഗ് പൂൾ ഡൈവ് ചെയ്ത് കാണും, അല്ലാതെ മുറിവ് അധികം ഉണ്ടാ? 12 സ്റ്റിച്ച്. 12 സോറി, കുറഞ്ഞു. ഇപ്പൊ ഈ സാറിനെ കൊണ്ട്
അങ്ങനെ ഗൈസ് ആ പടം കണ്ടു തീർന്നിരിക്കുകയാണ്. എന്ത് പറയാം, കിടിലോന്ന് തന്നെ പറയാം. 4K എക്സ്പീരിയൻസ് വേറെ ലെവൽ എന്ന് പറയാം. ആ ഡോൾബി അറ്റ്മോസും പ്രത്യേകിച്ച് ഏരീസ് പ്ലസിലെ OD1 ഇരുന്ന് കേൾക്കുമ്പോൾ വേറെ ലെവൽ എന്ന് തന്നെ പറയാം. ഗംഭീരം എന്ന് തന്നെ പറയാം. ആ 4K എക്സ്പീരിയൻസ് ഗംഭീരം എന്ന് തന്നെ പറയാം. ഇങ്ങനെ തന്നെ ഒരു 4K എക്സ്പീരിയൻസ് തന്നെ കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് റീ റിലീസിന്റെ കാര്യങ്ങളായിരിക്കും. ഇന്നലെ ഒരു ന്യൂസ് കേട്ടു, ദിലീപിന്റെ മീശമാധവൻ സിനിമ 4K റീ റിലീസ് ചെയ്യുന്നു എന്ന്. അപ്പോൾ അത് ചിലപ്പോൾ സത്യമായിരിക്കും, 2 വർഷം കഴിഞ്ഞിട്ട് റീ റിലീസ് ചെയ്യുന്നുള്ളതാണ് ന്യൂസ് കണ്ടത്. എന്നാലും അതിനെ പുറമെ ദിലീപിന്റെ റൺവേയും കൂടെ 4K റീ റിലീസ് ചെയ്ത വേറെ ലെവലായിരിക്കും. അതൊരു ഓളം ഉണ്ടാക്കും ദിലീപിന്റെ റൺവേ സിനിമ. അപ്പോൾ ഇതെന്തായാലും ഈ മൂവിയുടെ 4K എക്സ്പീരിയൻസ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ 10/10 കൊടുക്കുക. ആ മൂവി റേറ്റിംഗ് അല്ല, 4K എക്സ്പീരിയൻസ് ഞാൻ 10/10 കൊടുക്കും. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആ സൗണ്ടും ആ ഒരു ഇൻട്രോ എല്ലാം ഗംഭീരം എന്ന് തന്നെ പറയാം. ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ വേറെ ലെവൽ എന്ന് തന്നെ പറയാം. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന ഈ സിനിമ കാണണം. കാരണം എല്ലാവരും ടി വിയിൽ കണ്ടിട്ടുള്ള സിനിമ തന്നെ, എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. എനിക്ക് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊച്ചിലെ തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ഒരാളായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് റീ റിലീസ് ചെയ്യുമ്പോഴെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും റീ റിലീസ് വന്നപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഡേ തന്നെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു 4K എക്സ്പീരിയൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വരുന്ന മൂവിയുടെ റിവ്യൂസൊക്കെ ഇടാൻ നോക്കാം. ഈ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വീഴുമെന്നാണ് എന്നെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കോപ്പിറൈറ്റ് വീണാൽ മിക്കവാറും ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.